എല്ലാ വർഷവും സ്കെയിലപ്പിന് വേണ്ടിയിട്ട് പെരിന്തൽമണ്ണ വരുമ്പോഴത്തേക്കും ഒന്ന് പെരിന്തൽമണ്ണ വരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് സ്കെയിലപ്പ്. പക്ഷേ നജീബ് സാറ് പിന്നെ ഓരോ വർഷവും ഇതിൻ്റെ എനർജിയും ഇതിൻ്റെ എത്രത്തോളം വളർന്നു എന്ന് കാണുമ്പോഴത്തേക്കും വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് ഒരു 3 വർഷം മുമ്പ് സാർ ആദ്യം ഒരു IAS അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞ് അതിൽ നിന്നും പിന്നെ ഇവിടെയുള്ള ബിസിനസ്സുകൾക്കൊക്കെ എങ്ങനെ നമുക്ക് ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നിന്ന് തുടങ്ങി ഇന്നത് വളരെയധികം ഈ ഒരു നിലയിലെത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഇപ്രാവശ്യം സ്കെയിലപ്പിൽ വന്ന് എന്താണ് ടോപ്പിക് എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം സാധാരണ ഒരു കഴിഞ്ഞ വർഷമെല്ലാം വന്നിട്ടിങ്ങനെ നമ്മുടെ ഒരു ഓൺട്രപ്രണർ സ്റ്റോറി ഇങ്ങനെ കഥ പറഞ്ഞു പോയി അങ്ങനെയുള്ളൊരു ഇതായിരുന്നു. അപ്പം ഇപ്രാവശ്യം നമ്മുടെ ഓഡിയൻസിന് എന്തെങ്കിലുമൊക്കെ ഒരു പിന്നെ അവർക്കൂടെ പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പിന്നെ ഞാൻ ഇപ്പം ഈ എന്ത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തുടങ്ങിയത്. മേ ബി AI കുറിച്ചൊന്ന് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. നമ്മൾ കാണുന്ന കുറച്ചധികം കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളും അതിലുള്ള ഓപ്പർച്യൂണിറ്റീസും അത് മേ ബി സ്റ്റുഡൻസിനാണെങ്കിലും പുതിയ ഓൺട്രപ്രണേഴ്സിനാണെങ്കിലും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ മാർക്കറ്റിൽ ജനറലി നടക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും പറയാനാണ് ഉദ്ദേശിക്കുന്നത്. 20 മിനിറ്റ് ഒരു ചെറിയൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് പല കാര്യങ്ങളും ഞാൻ വളരെ ഫാസ്റ്റായിട്ട് തന്നെ പോകാമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഒരു ജസ്റ്റ് ഒരു 2 മിനിറ്റ് പിന്നെ ഞങ്ങൾ ഓപ്പണിൽ എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഞാൻ 2017 ഓപ്പൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൈമറിലി ഒരു ബിസിനസ് ബാങ്കിങ് പ്ലാറ്റ്ഫോമാണ്. വ്യാപാരികൾക്ക് അവരുടെ ബാങ്കിങ്ങും അതുപോലെ ടാലി GST എല്ലാം കൂടെ ഒത്തുചേർന്ന ഒരു പ്ലാറ്റ്ഫോം. ഇന്ന് ഏകദേശം ഒരു 40 ലക്ഷത്തോളം ബിസിനസ്സസ് ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ട്. HDFC ബാങ്ക്, ആക്സിസ് തുടങ്ങിയ ബാങ്കുകളുടെ പ്രൈമറി ഇൻ്റർനെറ്റ് ബാങ്കിങ് പ്ലാറ്റ്ഫോം നമ്മളാണ് ബിൽഡ് ചെയ്യുന്നത്. ആൻഡ് കഴിഞ്ഞ ഒരു 8 കൊല്ലത്തെ ജേർണിയിൽ ഏകദേശം ഒരു 1500 കോടിയോളം ഫണ്ട് റേസ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഗൂഗിൾ, വിസ, ICICI ബാങ്ക്, തെമാസെക് ഇതുപോലുള്ള ഇൻവെസ്റ്റേഴ്സും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബിസിനസ്സെല്ലാം ചെയ്തിപ്പോൾ ഒരു 7 വർഷമായി കഴിഞ്ഞപ്പം ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ത്രെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അത് പല രീതിയിലാണ് ഈ ത്രെറ്റ് എന്നുള്ളത്. ഒന്ന്, ഇതേ രീതിയിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ 6 മാസത്തിനപ്പുറം പോലും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. അപ്പോഴാണ് ഞാൻ ബാക്കിയുള്ള നമ്മുടെ ചുറ്റുമുള്ള ബാക്കിയുള്ള ബിസിനസ്സുകൾ നോക്കുന്നത്. അപ്പം ഇതിന് പല അധികം ഇമ്പാക്ട്സ് ഉണ്ട്. ഒന്ന്, ആളുകളിപ്പം അവരുടെ ജോലി പോകുമോ എന്നുള്ള പേടിക്കുന്നു. പല ചെറിയ വലുതുമായിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങൾ അവരുടെ ബിസിനസ് മോഡലുകൾ എങ്ങനെ ഇമ്പാക്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നു, എക്സെട്ര. പക്ഷേ ഇതെല്ലാം നോക്കുമ്പോൾ ഇതിനകത്ത് കുറേയധികം ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അപ്പം ഈ ഞാനിപ്പോൾ ഈ ഓപ്പൺ ബിൽഡ് ചെയ്തപ്പം എൻ്റെ ഏറ്റവും വലിയൊരു ഞാനിപ്പോൾ ഒരു 2000 ഏകദേശം ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്ന് പോകുന്നത്. അപ്പം ഞാനൊരു 10ാം ക്ലാസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പം പക്ഷേ ഇത്രയും കാലം പല ബിസിനസ്സുകളും ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും ജാർഗൺസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കടിച്ചാൽ പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ച് അത് പക്ഷേ നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളൊരു ഇത് വരും. അപ്പം ഞാനെപ്പോഴും എല്ലാ കാര്യങ്ങളും വളരെ സിംപ്ലിഫൈഡ് ആയിട്ടൊരു ലേമൻസ് ടേമിൽ മനസ്സിലാക്കാൻ നോക്കും. അപ്പോൾ ഈ AI കാര്യത്തിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഡിവൈഡ്, ഇപ്പം നേരത്തെ സംസാരിച്ച സാറ് പറഞ്ഞു ഒരുപക്ഷെ മനുഷ്യരാശിയുടെ തന്നെ ഏറ്റവും അവസാനത്തെ വലിയ കണ്ടുപിടുത്തമായിരിക്കും AI എന്നുള്ളത്. അപ്പം AI ഇപ്പം നടക്കുന്ന പല കാര്യങ്ങളിലും ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പോകുമ്പോൾ കടിച്ചാൽ പറ്റാത്ത കുറേ വാക്കുകൾ നമ്മൾ കേൾക്കുന്നു. ഓക്കെ, ഓപ്പൺ AI, LLM ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ പല ആൾക്കാർക്കും ഇതിനോടുള്ളൊരു ഗ്യാപ്പ് വരികയാണ്. അപ്പോൾ നമ്മൾ ഈ 2000 ഇൻ്റർനെറ്റ് വന്ന സമയത്ത് ഇതേ ഒരു ഗ്യാപ്പ് നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ അന്നത്തെ ജനറേഷൻ ആൾക്കാരും കണ്ടായിരുന്നു. പിന്നെ ഇൻ്റർനെറ്റിൽ നിന്ന് മൊബൈലിലേക്ക് വന്നപ്പോഴത്തേക്കും സ്മാർട്ട് ഫോണിലേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ ഒരു ഗ്യാപ്പ് വന്നു. പക്ഷേ പിന്നെ ഇതെല്ലാം ക്യാച്ചപ്പ് ചെയ്ത് വന്നു. ഇപ്പം എത്ര എൻ്റെ പാരൻസൊക്കെ ആണെങ്കിലും നമ്മുടെ എല്ലാം പാരൻസുകളെല്ലാം സ്മാർട്ട് ഫോണും കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഉള്ള ഒരു വളരെ വലിയൊരു ചേഞ്ച്, അതായത് നമ്മുടെ ആദ്യം 100 വർഷങ്ങൾക്ക് മുമ്പ് ഇലക്ട്രിസിറ്റി വന്നു, അതുപോലെ മെക്കാനിക്കൽ റെവല്യൂഷൻ വന്നു, അത് കഴിഞ്ഞ് പിന്നെ IT റെവല്യൂഷൻ വന്നു, പിന്നെ ഈ സ്മാർട്ട് ഫോൺ റെവല്യൂഷൻ വന്നു. അതുപോലത്തെ വലിയൊരു ചേഞ്ചാണ് AI നടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്ലി ഇതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ചെയ്യുന്നത്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, ബേസിക്കലി ഒരു 10-15 വർഷത്തെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ ഒരു കൃത്രിമ ബുദ്ധി
ഉണ്ടാക്കിയെടുത്തു കമ്പ്യൂട്ടറിൽ. അതിനെയാണ് ഈ പിന്നെ AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇതിനെ ഉണ്ടാക്കിയെടുക്കുന്ന ആ കമ്പനി ഉണ്ടാക്കിയെടുക്കുന്ന മോഡലിനെയാണ് ലാർജ് ലാംഗ്വേജ് മോഡൽസ് അല്ലെങ്കിൽ LLM എന്ന് പറയുന്നത്. അപ്പം നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന ChatGPT OpenAI എന്ന് പറഞ്ഞ കമ്പനി ഡെവലപ്പ് ചെയ്തൊരു LLM ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ചൈന ഉണ്ടാക്കിയത് DeepSeek എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പം ഇത് ഇവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 80 ബില്യൺ അല്ലെങ്കിൽ 70-80 ബില്യൺ ഡേറ്റ, നമ്മുടെ പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ, അതുപോലെ നമ്മുടെ മെഡിസിൻ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് പഠിക്കുന്ന എല്ലാം ഡേറ്റ വെച്ചുകൊണ്ട് ആണ് ഇവർ ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. വിച്ച് മീൻസ് ലൈക്ക് ഇപ്പം ഇതിനെ ജനറേറ്റീവ് AI എന്ന് വിളിക്കുന്നു. ഏകദേശം ഒരു മനുഷ്യൻ്റെ ബുദ്ധിയുടെ ഏകദേശം അടുത്ത് വരെ എത്തുന്നു. നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ AGI ആൻഡ് SGI എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഏകദേശം മനുഷ്യനെക്കാട്ടിലും ബുദ്ധി ഉണ്ടാവുമെന്ന് പറയുന്നു. ഓക്കെ, ഞാൻ പറയാൻ പോകുന്ന സംഭവം നമ്മളിതിനെക്കുറിച്ച് അപ്പോൾ ഇത് വന്നതോടുകൂടി കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, പല മേഖലകളിലും തൊഴിലിനെ ഇത് ഇമ്പാക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഫോർ എക്സാമ്പിൾ എൻ്റയർ മാർക്കറ്റിംഗ് ടീം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ സ്കെയിലപ്പിൻ്റെ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റ് ആണെങ്കിൽ എനിക്ക് 30 ദിവസത്തേക്കുള്ള പോസ്റ്റ് എനിക്ക് ജസ്റ്റ് ഞാൻ സ്കെയിലപ്പ് എന്ന് പറഞ്ഞ ഇവൻ്റ് നടത്തുന്നുണ്ട്, എനിക്ക് പോസ്റ്റ് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനറേറ്റ് ചെയ്ത് തരാണ്, അല്ലെങ്കിൽ ആ ഇമേജ് ജനറേറ്റ് ചെയ്ത് തരാണ്. അപ്പോൾ അവിടെ ഒരു സോഷ്യൽ മീഡിയ മാനേജർ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആളുടെ റോള് പോവുകയാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മുടെ പെരിന്തൽമണ്ണയിൽ എൻ്റെ ഒരു ഫേവറേറ്റ് ബിസിനസ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മൗസി എന്ന് പറഞ്ഞൊരു ബിസിനസ്സാണ്. അല്ലെങ്കിൽ ഇപ്പം മൗസിക്ക് ഒരു വെബ്സൈറ്റ് പണ്ട് ഉണ്ടാക്കണമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു വെബ് ഡെവലപ്പറുടെ അടുത്ത് പോയി ആദ്യം കൺസെപ്റ്റ് പറഞ്ഞു കൊടുത്ത് കണ്ടൻറ്റ് പറഞ്ഞു കൊടുത്ത് ഒരു 3-4 ആഴ്ച എടുക്കും മൗസിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പം മൗസിക്ക് ഒരു AI ഉപയോഗിച്ചൊരു വെബ്സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് മതി. ഇപ്പം ഞാനിപ്പം മൗസി പെരിന്തൽമണ്ണ എന്ന് സെർച്ച് ചെയ്ത് 30 സെക്കൻഡിനകത്ത് നമുക്കൊരു മൗസിയുടെ ഫുൾ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ ഓരോ മേഖലകളിലും നമ്മുടെ മാർക്കറ്റിംഗ് ആവട്ടെ, ഓപ്പറേഷൻസ് ആവട്ടെ, പിന്നെ ട്രെയിനിങ് ആവട്ടെ, HR ആവട്ടെ, ഈ മേഖലകളിലെല്ലാം നമുക്ക് 10-20-25 ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ജസ്റ്റ് വെറും സെക്കൻഡുകൾക്കകം ചെയ്യാവുന്ന രീതിയിലേക്കായിട്ട് AI മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് വരുമ്പോൾ ഒന്ന്, തൊഴിലവസരങ്ങളെ കുറേയധികം ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ജസ്റ്റ് ഞാനൊരു മൗസിയുടെ വെബ്സൈറ്റ് എടുത്ത് 30 സെക്കൻഡ്സിനകത്ത് നോക്കുകയാണ് പ്രൈമറിലി. അതുപോലെ ഇപ്പം നിങ്ങളിപ്പം ഏത് കടയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് 30 സെക്കൻഡ്സിനകത്ത് വെബ്സൈറ്റ് റെഡി ആവുകയാണ്. അപ്പം ഇമാജിൻ ലൈക്ക് ദ വെബ് ഡെവലപ്പേഴ്സും വെബ്സൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെയും ജോബിനെ എത്രയധികം ഇമ്പാക്റ്റ് ചെയ്യുന്നുള്ളത്. ഇതൊക്കെ ജസ്റ്റ് ഇപ്പോൾ ഇനിഷ്യൽ സ്റ്റേജിലാണ്. പിന്നെ ഓരോ വർഷം കൂടുന്തോറും ഇതെല്ലാം ഇമ്പാക്റ്റ് ആവണം. അപ്പം അതുകൊണ്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എവറി ബിസിനസ് മാൻ, അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ്, അതുപോലെ നമ്മുടെ തൊഴിലിരിക്കുന്ന ആൾക്കാർ ഇതിനെക്കുറിച്ച് ഇതിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാം കുറേയധികം ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഈ വെബ്സൈറ്റ് ബിൽഡർ സാധനം നമ്മളൊരു കൊല്ലം മുമ്പ് ഡെവലപ്പ് ചെയ്തൊരു സാധനമാണ്. പക്ഷേ ഇത് ബേസ് ചെയ്തൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ LLMൻ്റെ മുകളിലാണ് ഇത് ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് വെർട്ടിക്കൽ LLMs. അതായത് ഈ കൃത്രിമ ബുദ്ധി വെച്ച് ChatGPT എല്ലാം ഉപയോഗിക്കുന്ന OpenAI പോലെയുള്ള ടൂൾസിൻ്റെ മുകളിൽ കുറേയധികം സാധനങ്ങൾ ബിൽഡ് ചെയ്യാൻ പോകും. ആൻഡ് എസ്റ്റിമേറ്റ് അനുസരിച്ച് അടുത്ത 2 കൊല്ലത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല സോഫ്റ്റ്വെയറുകളും റീപ്ലേസ് ആവും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പഠിച്ച സ്കൂൾ ISS സീനിയർ സെക്കൻഡറി സ്കൂളിലാണെങ്കിൽ അവിടെ എന്തായാലും ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഇപ്പം ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെ സാലറി മാനേജ് ചെയ്യാനും അറ്റൻഡൻസ് മാനേജ് ചെയ്യാനുള്ളത്. ഇപ്പോഴത്തെ നോർമൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഗിൻ ചെയ്യുന്നു, അതിനകത്ത് ഓരോ സ്ക്രീൻ വഴിയായിട്ട് ചെയ്യുന്നു. പക്ഷേ വാട്ട് ഇഫ് ലൈക്ക് ഇത് പ്രിൻസിപ്പലിന് ജസ്റ്റ് വന്നിട്ട് അല്ലെങ്കിൽ ക്ലാസ് ടീച്ചർക്ക് വന്നിട്ട് ജസ്റ്റ് ചോദിക്കണം ചാറ്റിൽ, ഓക്കെ ഇന്ന് എത്ര പേര് ആബ്സെൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ 50% മുകളിൽ കിട്ടി എത്ര പേരുണ്ട് പ്രൈമറിലി. അപ്പം ഇൻ്റർഫേസസ് കുറച്ചുകൂടെ കൺവെർസേഷണൽ ആയിട്ടുള്ള ഇൻ്റർഫേസസ് വരും. അപ്പം ഈ AI ഉപയോഗിച്ചുകൊണ്ട് ഇപ്പമുള്ള പല സോഫ്റ്റ്വെയറുകളും, ഞാൻ വെബ്സൈറ്റ് ബിൽഡർ പോലെയുള്ള പല സോഫ്റ്റ്വെയറുകളും ഡിസ്റപ്റ്റ് ആയിട്ട്, പക്ഷേ അതിനകത്ത് പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ പുതിയ ഓപ്പർച്യൂണിറ്റീസിൽ നമുക്ക് നമ്മുടെ പുതിയതായിട്ട് വരുന്ന സ്റ്റാർട്ടപ്സിനും ഓൺടർപ്രണേഴ്സിനും ഒട്ടനേകം ഇതുണ്ട്. ഇപ്പം Y Combinator എന്ന് പറഞ്ഞ് US-ലൊരു സ്റ്റാർട്ടപ്പ് ആക്സിലറേറ്റർ ഉണ്ട്. അവിടെ നമുക്ക് എല്ലാ കൊല്ലവും 6 മാസം കൂടുമ്പോൾ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഐഡിയ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ 10 മിനിറ്റ് നമ്മളൊരു ഇൻ്റർവ്യൂ എടുത്ത് അവർ US-ലേക്ക് വിളിച്ചിട്ട് നമുക്ക് 2 crores
ഫണ്ടിങ് തരും ബേസിക്കലി. ഞാൻ 2017 ഞങ്ങൾ വൈ കോമ്പിനേറ്ററിൽ സെലക്റ്റഡ് ആയിരുന്നു. അപ്പം കഴിഞ്ഞ 2 കൊല്ലം വൈ കോമ്പിനേറ്ററിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനീസിൽ 95% ഈ വെർട്ടിക്കൽ AI ബേസ്ഡ് സ്റ്റാർട്ടപ്പുകളാണ്. അപ്പോൾ അതുകൊണ്ട് വെർട്ടിക്കൽ AI ആസ് ഒരു ട്രെൻഡിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ, ഇപ്പോൾ ഉള്ള HRMS സോഫ്റ്റ്വെയർ, ഇപ്പോൾ ഉള്ള ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ, ബാങ്കിങ് സോഫ്റ്റ്വെയർ, ഇതിലെല്ലാം കംപ്ലീറ്റ്ലി AI ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പം ഈ AI എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം ChatGPT ഉപയോഗിക്കുമ്പോൾ ജസ്റ്റ് ഒരു ചാറ്റ് ബേസ് ചെയ്തിട്ട് വരുന്ന കാര്യങ്ങൾ മാത്രമല്ല. ഇതിൻ്റെ അടുത്ത ലെവലിൽ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഏജൻറ്റിക് AI എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് മനുഷ്യൻ ചെയ്യുന്ന പല റിപ്പീറ്റേറ്റീവ് ടാസ്കുകളും ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് ഞാനിപ്പം ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ AI ഉപയോഗിച്ച് ഇന്ന് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ടൂൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് എ ഞാനൊരു സ്കൂളിലെ ടീച്ചറാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇമെയിൽ ഇതിലുമായിട്ട് കണക്ട് ചെയ്യും. ഞാൻ എൻ്റെ അറ്റൻഡൻസ് സോഫ്റ്റ്വെയർ ഇതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു റൂള് സെറ്റ് ചെയ്യാം. എൻ്റെ ഇമെയിലിൽ ഏതെങ്കിലും ഒരു പാരൻസ് വന്ന് കുട്ടിയുടെ മാർക്ക് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നേരെ നമ്മുടെ ഡാറ്റാബേസിൽ പോയി സെലക്ട് ചെയ്ത് തിരിച്ച് റിപ്ലൈ കൊടുക്കണം എന്നുള്ളത്. ഈ പ്രോസസ്സ് ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട്, എനിക്കെൻ്റെ കടയുടെ വെബ്സൈറ്റിനകത്ത് ഒരു ചാറ്റ് ബോട്ട് ഇട്ടിട്ട് കസ്റ്റമർ ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ തറാക്കാട്ടിൻ്റെ ഒരു ഓർഡർ ചോദിക്കുകയാണ്, എന്തായി ഡെലിവറിയുടെ ഓർഡർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ആ സിസ്റ്റത്തിൽ പോയി തപ്പിയെടുക്കാൻ പറ്റും. അപ്പം ഇതിനുള്ള കുറേയധികം ടൂൾസ് ഇന്ന് വളരെയധികം അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളിൽ പലരും ഇങ്ങനെയുള്ള ടൂൾസ് അവൈലബിൾ ആണെന്ന് അറിയുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം AI എന്ന് പറഞ്ഞാൽ ChatGPT അതുപോലുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് ഓപ്പൺ സോഴ്സ് ഈ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ഉൽപ്പന്നങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം കഴിഞ്ഞ ഒരു 6 മാസം 7 മാസത്തിനകത്ത് ഇത് AI ഇതുപോലുള്ള ടൂളുകൾ ബിൽഡ് ചെയ്ത പല കമ്പനികളും $1 ബില്യൺ കമ്പനീസ് ആയിട്ട് പോയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇങ്ങനൊരു ഐഡിയ വെച്ചതുകൊണ്ട് $1 ബില്യൺ കമ്പനി ആവുമെന്നല്ല, പക്ഷേ നമ്മുടെ ലോകം കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുകയാണ്. അതേസമയം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ ജോലികൾ ഈ നമ്മുടെ സ്വന്തമായിട്ടുള്ള തൊഴിലിടങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഡെഫിനറ്റ്ലി നമ്മുടെ പല ജോബ് ഫങ്ഷൻസിനും AI റീപ്ലേസ് ചെയ്യുമെങ്കിൽ പോലും AIക്കകത്ത് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള പുതിയ പുതിയ തൊഴിലവസരങ്ങൾ വരും. ഏകദേശം 10% ഓഫ് ദ ഗ്ലോബൽ ജോബ്സ് AI കാരണം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് ഗ്ലോബലി. അതിൽ മേ ബി മച്ച് ലാർജർ ഫിഗർ ആയിരിക്കും. ജസ്റ്റ് ഞാൻ അവിടെ ചെറുതായിട്ട് വായിച്ചു, എക്സാക്ട് നമ്പേഴ്സ് അല്ല. പക്ഷേ അതിനപ്പുറം 10% സ്പെഷ്യലൈസ്ഡ് ജോലി ഓപ്പർച്യൂണിറ്റീസും AI വരുമെന്നാണ് പറയുന്നത്. അപ്പം ഒന്ന്, ഇതിനെക്കുറിച്ച് നമ്മൾ പേടിച്ച് മാറി നിൽക്കുന്നതിനും പകരം ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് റിസർച്ച് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഒന്ന്. നമ്മുടെ ജോബിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ ദൈനംദിന ജോബിൽ സാധാരണ സ്റ്റാർട്ട് യൂസിങ് ഇറ്റ് എന്നുള്ളൊരു ഫാക്റ്റാണുള്ളത് പ്രൈമറിലി. അപ്പം ഈ വെർട്ടിക്കൽ AI പോലെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ റിസർച്ച് ചെയ്യുക. ഏകദേശം നമ്മൾ കാണുന്ന എല്ലാ സോഫ്റ്റ്വെയറുകളെയും വെർട്ടിക്കൽ AI ഉപയോഗിച്ച് നമുക്ക് പുതിയതായിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. പഴയ ലീഗസി കമ്പനീസ് ഒരു പക്ഷേ ഇതിലത്രയും എക്സ്പെർട്ടൈസ് ആവണമെന്നില്ല. ഇപ്പം നമ്മുടെ തന്നെ കേസിൽ നമ്മളിപ്പം HDFC ബാങ്കിൻ്റെയും ആക്സിസിൻ്റെയും കറണ്ട് അക്കൗണ്ട് ഇൻ്റർനെറ്റ് ബാങ്കിങ് പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മൾ കഴിഞ്ഞ ഒരു 5-6 മാസം മുമ്പ് അവർക്ക് ഒരു AI കൺസെപ്റ്റ് കൊടുത്തു. നമ്മൾ പറഞ്ഞു കസ്റ്റമേഴ്സിന്, ഒരു വ്യാപാരിക്ക് അവരുടെ കറണ്ട് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് കഴിഞ്ഞ 6 മാസം മുമ്പ് റിലയൻസിന് എത്ര പേയ്മെൻറ്റ് പോയി എന്ന് എനിക്കറിയണം, അല്ലെങ്കിൽ എൻ്റെ സപ്ലയറുടെ GST പേയ്മെൻറ്റ് അറിയുമെന്ന് ചെയ്യണം. അതവർക്ക് ഒരു ചാറ്റ് വഴി ചോദിച്ചു കഴിഞ്ഞാണ്. അല്ലെങ്കിൽ എത്ര ഓരോ വീക്കിലും പോകുന്ന ടോപ്പ് 5 ഔട്ട് ഗോയിങ് പേയ്മെൻറ്റ്സിൻ്റെ ഒരു ചാർട്ട് എനിക്ക് കാണണം എന്ന് ഒരാൾക്ക് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് സിമ്പിളായിട്ടൊരു ചാറ്റിലൂടെ ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഫംഗ്ഷനാലിറ്റി അല്ലേ എന്ന് പറഞ്ഞപ്പം അവർ ആക്ച്വലി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പം കംപ്ലീറ്റ്ലി എക്സിസ്റ്റിംഗ് ലീഗസി കാര്യങ്ങളെല്ലാം പതിയെ AI വഴി പോവാണ്. അപ്പം ആദ്യം ചെയ്യേണ്ടത് ഈ ടെക്നിക്കൽ ജാർഗൺസും കാര്യങ്ങളുമാണ് ഒരുപക്ഷെ ഇതിലേക്ക് കൂടുതൽ റിസർച്ച് ചെയ്യാൻ വേണ്ടി തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനെ ട്രൈ ടു സിംപ്ലിഫൈ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. വേറൊരു സംഭവം എനിക്ക് AI ആയിട്ട് ബന്ധപ്പെട്ടിട്ടല്ലാത്ത രീതിയിൽ പറയാനുള്ളത്, നമ്മൾ ബാംഗ്ലൂർ പോലുള്ള സിറ്റികളിലും എല്ലാം നിങ്ങളിപ്പം പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും,
ക്വിക്ക് കൊമേഴ്സ് റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സാധാരണഗതിയിലുള്ള വ്യാപാരികളും ഇതെല്ലാം ഈ ഓൺലൈൻ ക്വിക്ക് കൊമേഴ്സ് വന്നപ്പം ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റഡ് ആയിട്ട് തോന്നി. അപ്പോൾ പലർക്കും അറിയില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പം ക്വിക്ക് കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൺസെപ്റ്റ് ഇത്രയായിരുന്നു, ബേസിക്കലി 10 മിനിറ്റിനകത്ത് പലചരക്ക് സാധനങ്ങളാവട്ടെ വീട്ടിലേക്ക് എത്തിക്കും. സെപ്റ്റോ അല്ലെങ്കിൽ ബ്ലിങ്കിറ്റ് പോലെയുള്ള കടകൾ. നേരത്തെ ഒരുപക്ഷെ ആമസോണും ഫ്ലിപ്കാർട്ടും എല്ലാം വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ വ്യാപാരികൾക്കും ബിസിനസ്സുകാർക്കും എല്ലാം അതൊരു ചെറിയൊരു ഇമ്പാക്റ്റ് ആയിരുന്നു. അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഓക്കെ സ്റ്റിൽ സാധനം വരാൻ 3 ദിവസം എടുക്കും, അല്ലെങ്കിൽ പീപ്പിൾ വാണ്ടഡ് ടു ഹാവ് ടച്ച് ആൻഡ് ഫീൽ ഓഫ് ദ പ്രൊഡക്ട്സ് എക്സെട്ര, നമുക്ക് വലിയൊരു ഡിസ്റപ്ഷൻ ഇല്ല എന്നുള്ളത്. പക്ഷേ ഇന്നിപ്പം ബാംഗ്ലൂരൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 മിനിറ്റിനകത്ത് നമുക്ക് ബ്രെഡും കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്യുമ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് ഓക്കെ എനിക്ക് ബ്രെഡ് വേണം, മുട്ട വേണം എന്ന് പറയുമ്പം ഐ ക്യാൻ ജസ്റ്റ് ഓർഡർ ഇറ്റ് വൈൽ നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് സാധനം വീട്ടിൽ വരുന്നത്. അതൊരു ഹാബിച്വൽ കൺവീനിയൻസ് ആയിട്ട് മാറി. അപ്പോൾ പലപ്പോഴും ഈ നമ്മുടെ നാട്ടിലെ പലചരക്കടക്കാരായിട്ട് നമുക്കൊരു ആത്മബന്ധം ഉണ്ടായിരുന്നു. ബേസിക്കലി ആ ഒരു ഇതിലാണ് നിലനിന്ന് വന്നത്. പക്ഷേ ഈ കൺവീനിയൻസ് ഫാക്ടർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേയധികം ഡിസ്റപ്റ്റായി. അപ്പോൾ ഇന്ത്യയിൽ ഏകദേശം 1.2 crore സ്മോൾ ബിസിനസ്സസ്. അപ്പോൾ ഇതിനെല്ലാം ഭയങ്കരമായിട്ട് ഡിസ്റപ്റ്റ് ചെയ്യുന്നത് 3-4 കമ്പനികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ മാർക്കറ്റിലേക്ക് ഇപ്പം കൊച്ചിയിലിപ്പം ഏകദേശം 6-7 മാസമായിട്ട് ബ്ലിങ്കിറ്റ് പോലെ തുടങ്ങി. ഇനിയിപ്പോൾ അത് Tier 2, Tier 3 സിറ്റീസിലേക്കും എത്തുമ്പം ഇങ്ങനെയുള്ള ത്രെറ്റുകൾ നമുക്ക് വരുമ്പോൾ നമ്മളെങ്ങനെ അതിനെ നേരിടാമെന്നുള്ളതിനെക്കുറിച്ചുള്ള പല ചിന്തകളും പല ബിസിനസ്സുകാർക്കും ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അപ്പം ONDC എന്ന് പറഞ്ഞുള്ള ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ്. കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ 60% ഈ ഇന്ത്യയിലെ 30% GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ സാധാരണ ഓഫ്ലൈൻ ബിസിനസ്സാണ്, വലുതും ചെറുതുമായിട്ടുള്ള ബിസിനസ്സാണ്. ഇവർ ഇമ്പാക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിയെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പം അതുകൊണ്ടാണ് 2-3 കൊല്ലം മുമ്പ് ഗവൺമെൻറ് ഈ ONDC എന്ന് പറഞ്ഞ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്തു. പക്ഷേ പല വ്യാപാരികൾക്കും ബിസിനസ്സുകാർക്കും ഈ ONDCയെക്കുറിച്ച് എന്താണെന്നറിയില്ല. അപ്പോൾ ONDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇത്രയേ ഉള്ളൂ, ഗവൺമെൻറ് ഒരു പുതിയൊരു നെറ്റ്വർക്കാണ്. ഏത് വ്യാപാരികൾക്കും അവരുടെ ബിസിനസ് ഈ ONDC എന്ന് പറഞ്ഞ ഗവൺമെൻറ് നെറ്റ്വർക്കിലേക്ക് ലിസ്റ്റ് ചെയ്യാം. ഈ നെറ്റ്വർക്കിലേക്ക് ലിസ്റ്റ് ചെയ്ത സാധനങ്ങൾ ഈ നെറ്റ്വർക്ക് വഴി പുള്ള് ചെയ്യുന്ന കുറേ സൈറ്റുകളുണ്ട്. ഇപ്പോൾ സ്നാപ്ഡീലാവും മീഷോ ആർക്ക് വേണമെങ്കിലും ഒരു സൈറ്റ് തുടങ്ങാം. ബേസിക്കലി അവർക്ക് ഈ കടക്കാരുമായിട്ടൊരു കോൺട്രാക്റ്റും വേണ്ട. അവർ വരുമ്പോൾ തന്നെ ആദ്യമേ തന്നെ 7 ലക്ഷം മർച്ചൻസ് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ബാസിംസ് പ്ലേറ്റ് എന്ന് പറഞ്ഞ് നമ്മളെല്ലാം അറിയുന്ന ഒരു ഫുഡ് റിവ്യൂവറാണ്. പുള്ളിക്ക് പറയുവാണ് എനിക്കിനിപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഞാൻ ഫുഡിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ആ ഫുഡ് ഓർഡർ ചെയ്യാനുള്ള ഒരു സർവീസ് എനിക്ക് ഡെവലപ്പ് ചെയ്യണം. നേരത്തെ ആണെങ്കിൽ പുള്ളിക്ക് എല്ലാ റെസ്റ്റോറൻറ്റുമായിട്ടും പോയി പാർട്ട്ണർ ചെയ്യണം. ഇന്നാണെങ്കിൽ പുള്ളി ജസ്റ്റ് ONDC ആയിട്ട് ഒരു കണക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ONDCയിൽ രജിസ്റ്റർ ചെയ്ത് 3 ലക്ഷത്തോളം റെസ്റ്റോറൻറ്റ്സിൻ്റെ കാര്യങ്ങൾ പുള്ളിയുടെ ആപ്പിൽ പുള്ളിക്കത് ചെയ്യാൻ പറ്റും. ആൻഡ് ONDCക്കകത്ത് തന്നെ ഡെലിവറി, ബ്ലൂ ഡാർട്ട് അതുപോലുള്ള എല്ലാ ലോജിസ്റ്റിക് പാർട്ട്നേഴ്സും ഓൾറെഡി ഇതാണ്. അപ്പം ഇതുപോലുള്ള കുറേ ഇനിഷ്യേറ്റീവ്സ് ഗവൺമെൻറ് വരുന്നുണ്ട്. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഏകദേശം 800 കോടിയോളം രൂപ കേന്ദ്ര ഗവൺമെൻറ് 250 കോടി ഈ ONDCയിൽ സബ്സിഡി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കമ്പനീസിനെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ബിസിനസ്സിൽ ചുറ്റും ഇങ്ങനെയുള്ളൊരു പ്രഷർ സിറ്റുവേഷൻസ് വരുമ്പം ഓപ്പർച്യൂണിറ്റീസും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ദ ബിസിനസ്സസ്, അത് നമ്മുടെ ട്രഡീഷണൽ ബിസിനസ്സിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള രീതിയിലേക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ക്വിക്ക് കൊമേഴ്സിന് ഈ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തുള്ള ഓരോ ഓൺടർപ്രണേഴ്സിനും സ്വന്തമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ബേസിക്കലി പെരിന്തൽമണ്ണ എന്തുകൊണ്ടൊരു 10 മിനിറ്റിനകത്ത് സാധാരണ കടകളിലുള്ള സാധനങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തുകൂടാ? ലൈക്ക് ഒരു പലചരക്ക് സാധനങ്ങളാണെങ്കിലും അതുപോലെ ചിക്കൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ ഫാർമ ആണെന്നുണ്ടെങ്കിലും പ്രൈമറിലി അത് ONDC പോലെ നെറ്റ്വർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെരിന്തൽമണ്ണ സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത 50 സിറ്റീസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ മർച്ചൻസുമായിട്ട് നിങ്ങൾക്ക് പാർട്ട്ണർ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് അത് ONDC നെറ്റ്വർക്ക് വഴി ചെയ്തേക്കും. അപ്പോൾ അതുപോലുള്ള പുതിയ തൊഴിലവസരം, പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. അപ്പം അതിലേക്കൊക്കെ കൂടുതലൊക്കെ റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. സമയം വളരെ ചെറുതാണ്, ഞാൻ വളരെ പ്രിപ്പയർഡ് ഒന്നും അല്ലായിരുന്നു, നിങ്ങളായിട്ടൊന്ന് ജസ്റ്റ് സംവദിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഒരു സൈഡിൽ AI-യെക്കുറിച്ചും പിന്നെ ഈ ONDC-യെക്കുറിച്ചും എല്ലാം പറഞ്ഞത്. പക്ഷേ ഗുഡ് പാർട്ട് ഈസ് ദാറ്റ് നമ്മുടെ ഈ AI വന്നതോടുകൂടി ഒട്ടനവധി പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് മുന്നിൽ വന്നിട്ടുണ്ട്. അപ്പം സാധാരണഗതിയിൽ നിന്ന് മാറ്റി തിങ്ക് ചെയ്യുക. ഇനി ഒരിക്കലും അടുത്തൊരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറോ അടുത്തൊരു HR സോഫ്റ്റ്വെയറോ അടുത്തൊരു വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് സോഫ്റ്റ്വെയറോ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പക്ഷേ AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഇന്നൊവേറ്റീവായിട്ടും ആൾക്കാർക്ക് പ്രയോജനമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാം.
ആൻഡ് ഇതിലധികം ഇഷ്ടം പോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും പ്രൈമറിലി വരുന്നുണ്ട്. ഏകദേശം നമ്മുടെയൊക്കെ തന്നെ ഇൻവെസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു പക്ഷേ അവർ 2-3 കൊല്ലം മുമ്പ് പല പല സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 90% അവരുടെ ഫോക്കസും ഒരു AI ഡ്രിവൺ ബിസിനസ്സുകളിലാണ്. ആൻഡ് മാത്രമല്ല ഇതൊരു ഗ്ലോബൽ മാർക്കറ്റാണ്. പലപ്പോഴും ഈ AI ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ മെയിൻ കസ്റ്റമേഴ്സ് എല്ലാം US-ലാണെങ്കിലും ഇതാണ്. അപ്പം സോഹോ പോലുള്ള കമ്പനികൾ ചെന്നൈയിൽ ഇരുന്നുകൊണ്ടാണ് തുടങ്ങിയത്. ബേസിക്കലി മിക്കവാറും സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് കമ്പനീസ് എല്ലാം US-നെ ഫോക്കസ് ചെയ്യുന്ന കമ്പനീസ് എല്ലാം ചെന്നൈയിൽ ഇരുന്നുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ നമുക്ക് കേരളത്തിൽ നമുക്ക് ഇതിനൊരു ഹബ്ബാക്കാൻ പറ്റുമോ? ബിക്കോസ് ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ ആയതുകൊണ്ട് ഇവിടെ ഇരുന്നൊരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ I don't have to go and like sell a ERP software to a school in the US basically. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉള്ള കാലങ്ങളിലെല്ലാം അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലെല്ലാം ഒന്ന് എന്താ പറയുക, കണ്ണ് തുറന്ന് ചുറ്റും നോക്കുക. ബേസിക്കലി പുതിയ സെറ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റീസാണ്, ചലഞ്ചസും ഉണ്ട്. അപ്പം ഇത്രയാണ് ജസ്റ്റ് പറയാനുള്ളത്.